ഹലോ നമസ്കാരം. ഇത് ആലുവ കോമ്പാറയിലാണ് ഈ ഒരു പ്ലേസ്. ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. രാജേഷാണ് ഇവിടുത്തെ മെയിൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആള്. ഏകദേശം ഒരു 15 വർഷത്തോളം ആയിട്ടും രാജേഷ് തന്നെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്ന് ജസ്റ്റ് മാഞ്ഞാലിയുടെ കൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത് അതിൽ ഇന്നേ വരെ ഒരു വ്യത്യാസമില്ല. മാഞ്ഞാലിക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് മസാലയാണ് ബിരിയാണിയുടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പച്ചച്ചോവ ഒന്ന് മാറണം, മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണം. ഇത് ഉണ്ടാക്കുന്നത് 40 കിലോന്റെ ബിരിയാണിയാണ്. ഇപ്പൊ ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യുന്ന വെച്ചാൽ വെള്ളം ഒഴിക്കും. ബിരിയാണിക്ക് വേണ്ട വെള്ളം അത് കറക്റ്റായിട്ട് അളന്ന് വെച്ചേക്കാണ് വെള്ളം. ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഡാൽഡയും ഇട്ടിരിക്കുന്നത്, ഡാൽഡയും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിന്റെ ഒപ്പം ഇനി RKG വരും, നെയ്യ് വരും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ മാഞ്ഞാലി ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പൊ ഫേമസ് ആണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു മാഞ്ഞാലി ബിരിയാണി. അപ്പൊ മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞ് തന്നെ പല രീതിയിലും ഇപ്പോ വരുന്നുണ്ട്. പല ആൾക്കാരും മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ മാഞ്ഞാലി ബിരിയാണിക്ക് ആ മാഞ്ഞാലി ബിരിയാണി കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ കൂട്ട് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ മാഞ്ഞാലി ബിരിയാണി ആവുള്ളൂ. അപ്പൊ ഞങ്ങള് മാഞ്ഞാലിക്ക് നിന്ന് തന്നെ ഈ മാഞ്ഞാലി ബിരിയാണിയുടെ ഇത് പഠിച്ചു. കറക്റ്റായിട്ട് ഞങ്ങള് കാറ്ററിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇപ്പൊ മാഞ്ഞാലി ബിരിയാണി എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പൊ അതിന്റെ കൂട്ടുകളൊക്കെ കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാഞ്ഞാലി ബിരിയാണിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം എടുക്കുന്ന പറഞ്ഞാൽ 1-ന് 1.20 എടുക്കുന്നത്. ഇതിപ്പോ ഒഴിക്കുന്നത് RKG ആണ്. മസാല അത് പൈനാപ്പിള്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തീ ഒന്ന് സ്ലോ ചെയ്തു. തീ സ്ലോ ചെയ്ത് ഇപ്പൊ റൈസ് ഏകദേശം വെള്ളം 90% വറ്റിയിട്ടുണ്ട്. ഇതൊരു 10% ഉള്ളു. പക്ഷെ ഈ ടൈമിന് തന്നെ നമ്മ ചെമ്പ് ഇറക്കും. ഇപ്പൊ നമ്മ ഇതില് കളറിന് വേണ്ടിയിട്ട് കളറൊന്നുമല്ല, നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞപ്പൊടിയാണ്. ഇതിപ്പോ നേരെ ദമ്മിട്ട് വെക്കുകയാണ്. ഇതുപോലെ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം കണലിടും. ഒരു അരമണിക്കൂറാണ് ഇത് വെക്കുന്നത്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പൊട്ടിക്കാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ചിക്കനാണ്. ചിക്കന്റെ മസാല അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും. ചിക്കൻ ആഡ് ചെയ്തിട്ട് ഉള്ള പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഇടയാണ്. കുറച്ചുകൂടി ഇടാനുണ്ട്. അത് 2 സ്റ്റെപ്പായിട്ട് ഇടുന്നത്. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഈ ഒരു 50% ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രേവി കിടന്ന് ഒരു 20 മിനിറ്റോളം കിടന്നു കഴിയുമ്പോൾ ഒരു 50% വേവും കൂടി ഗ്രേവി കിടന്നാവും. അപ്പൊ ആ ചിക്കന് നല്ല ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചിക്കൻ. അപ്പൊ 100% കറക്റ്റ് വേവിലേക്ക് വന്നു. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള വിതറി കൊടുക്കാം. എന്നിട്ട് ചോറ് പൊട്ടിക്കാം. പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മണി വരെയാണ് ഞങ്ങളുടെ സെയിലുള്ളത്. ഞങ്ങളിവിടെ നിന്ന് സ്ഥിരം കഴിക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല ബിരിയാണിയാണ്. അൺലിമിറ്റഡ് ആണ്. പിന്നെ വെർത്താണ്. എപ്പോഴും നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫ്. എപ്പോഴും ഞങ്ങളെ എല്ലാ ആഴ്ചയും ഞങ്ങളിവിടെ തന്നെയാണ്. 140 രൂപയാണ് ഈ ബിരിയാണിക്ക് വരുന്ന പ്രൈസ്. അൺലിമിറ്റഡ് റൈസാണ്. നല്ല അടിപൊളി മസാലയാണ്. എടുത്ത് പറയേണ്ടത് നല്ല അടിപൊളി കൊച്ചിയിൽ കാണുന്ന കിടിലം ബിരിയാണിയാണെന്ന് തന്നെ പറയാം. എടുത്തു പറയേണ്ടത് ഈ ബിരിയാണിയുടെ മസാല തന്നെയാണെന്ന് തന്നെ പറയാം. ചിക്കനും അടിപൊളിയാണ്. റിപ്പീറ്റബിളായിട്ട് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അങ്ങനെ ഓക്കെ അല്ലേ?